ഹലോ കൂട്ടുകാരെ, ഹാപ്പി സ്ട്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ചാപ്റ്റർ 1 ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പാഠമാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ DNA എന്താണെന്ന് പഠിച്ചു, RNA എന്താണെന്ന് പഠിച്ചു, ജീൻ എന്താണെന്ന് പഠിച്ചു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രോട്ടീൻ സിന്തസിസ്. ഇവിടെ പ്രോട്ടീൻ എന്താണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ 9, 8 നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്ന പേര് ആരും കേൾക്കാണ്ട് നിന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 9ാം ക്ലാസ്സിൽ ബയോമോളിക്യൂൾസിൻ്റെ കൂട്ടത്തിലൊക്കെ പ്രോട്ടീനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ് അല്ലേ. അപ്പം ഈ പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആരെങ്കിലും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ സംഭവം പറഞ്ഞാൽ മതി. അതായത് DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഇതാണ് എന്ത് ഒരു പ്രോട്ടീൻ സിന്തസിസിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പം സിമ്പിളായിട്ട് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എങ്ങനെ DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു എന്ന് അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് 2 വേർഡ്സ് ആണ്. അതായത് DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. എന്ത് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവില്ലേ, ആ ഒരു പ്രവർത്തനത്തിന് അല്ലെ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. സോ ഇത്ര നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്നു, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ സർഫസിലൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മാത്രം പോരാ, അവിടെ എന്താണ് ജസ്റ്റ് നടക്കുന്നതെന്ന് കൂടി അറിയണ്ടേ. അപ്പം നമുക്ക് നോക്കാം. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ mRNA ഈസ് ഫോംഡ് ഫ്രം ജീൻ. അതായത് ജീനിൽ നിന്ന് ആരുണ്ടാവുന്നു, mRNA ഉണ്ടാവുന്നു. നമ്മൾ പറഞ്ഞു ജീൻ എന്ന് പറഞ്ഞാൽ എന്താ DNA-ന്റെ ഒരു സെഗ്മെന്റ് ആണ് അല്ലേ. നമ്മളെന്താ ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്താ പറയാ, DNA-യിൽ നിന്ന് RNA ഉണ്ടാവും എന്ന് പറയുന്നില്ലേ, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ RNA എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്, പല തരത്തിലുള്ള RNA-കൾ ഉണ്ട്. അത് നമ്മൾ ഇതിന്റെ വഴിക്ക് പറയും. ഇപ്പൊ ജസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഈ ജീനിൽ നിന്ന്, ജീൻ എന്ന് പറഞ്ഞാൽ DNA-യിലുള്ള, അപ്പോൾ DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നു. അതാണ് ട്രാൻസ്ക്രിപ്ഷനിൽ നടക്കുന്നത്. RNA കണ്ടെയ്ൻ മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അതായത് ഈ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള മെസ്സേജുകൾ, വിവരങ്ങൾ ആരെടുത്താണുള്ളത്, ഈ ഒരു mRNA-ന്റെ അടുത്താണ് ഉള്ളത്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യം എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അത് പഠിപ്പിക്കുന്ന ആളെടുത്ത് പോകും. അവിടെ നിന്ന് നമ്മൾ പഠിച്ചിട്ട് എക്സ്പേർട്ട് ആവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ പഠിപ്പിക്കുന്ന ആളെന്ന് പറയുന്നത് DNA എന്നാണ് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചെടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആര് ഫോം ചെയ്തു, mRNA ഫോം ചെയ്തു. DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്തു. അതായത് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ആളിൽ നിന്ന് എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മളുണ്ടായി അല്ലേ. ഇനി കേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കുക, പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഈ കേക്ക് ഉണ്ടാക്കാനുള്ള വിവരമൊക്കെ ആരെടുത്തുണ്ട്, ഈ കുട്ടിക്കാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ എന്താ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് ജീനിൽ നിന്ന് അല്ലെങ്കിൽ DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്നു. ഈ mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA എന്നാണ്. അതായത് മെസ്സേജ് കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെ മെസ്സേജ് ഉള്ള RNA എന്നാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള മെസ്സേജ് ഒക്കെ ആരെടുത്താണുള്ളത്, ഈ ഒരു mRNA മെസ്സഞ്ചർ RNA ആണ്. അടുത്തതാണ് ട്രാൻസ്ലേഷൻ. ഇപ്പം ട്രാൻസ്ക്രിപ്ഷൻ നടന്നാലും അടുത്ത ട്രാൻസ്ലേഷൻ നടക്കും. ഇപ്പം നമ്മൾ അവിടെ നോക്കി ട്രാൻസ്ലേഷനിൽ എന്താ സംഭവിക്കുന്നത്, RNA-യിൽ നിന്ന് പിന്നെ പ്രോട്ടീൻ ഉണ്ടാവുന്നു. ആ ഒരു പ്രോസസ്സിന് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. tRNA carry specific amino acid to the ribosome based on messages. അതായത് ഈ പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് ഏതായിരുന്നു, അമിനോ ആസിഡ് ആണ് അല്ലേ. അമിനോ ആസിഡ് കൂടിയാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അപ്പം ഈ tRNA എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് RNA ആണ്.
tRNA, ട്രാൻസ്ഫർ RNA എന്ന് പറയും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലേ? അപ്പം ഈ അമിനോ ആസിഡുകൾ, സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ ആര് കൊണ്ടുപോകും? tRNA എങ്ങോട്ട് കൊണ്ടുപോകും? റൈബോസോമുകളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്തിൻ്റെ ബേസിൽ? ഈ mRNA കൊടുത്ത മെസ്സേജിന്റെ ബേസിൽ tRNA ഈ അമിനോ ആസിഡുകളെ എങ്ങോട്ട് കൊണ്ടുപോകും? റൈബോസോമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇനി rRNA കമ്പെയിൻസ് അമിനോ ആസിഡ്സ് ടു മേക്ക് പ്രോട്ടീൻ. ഇനി മറ്റൊരു RNA ആണ് rRNA, റൈബോസോമൽ RNA. റൈബോസോമിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് RNA ആണ് rRNA എന്ന് പറഞ്ഞത്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന അമിനോ ആസിഡുകളെ കൂട്ടി വെച്ചിട്ട് ആരാക്കി ഉണ്ടാക്കും? പ്രോട്ടീനുകളാക്കി മാറ്റും. അപ്പോൾ ഇതാണ് എന്ത്? പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി ഇവിടെ ഞാൻ ചെറിയൊരു പിക്ചർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ജീനിൽ നിന്ന് അല്ലെ DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ mRNA ആണ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള എല്ലാ മെസ്സേജും ആരുടെ അടുത്താണ്? mRNA-ന്റെ അടുത്താണ്. mRNA ഇല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഈ ജീനിൽ നിന്ന് mRNA ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂക്ലിയസിൽ വെച്ചിട്ടാണ്. നമുക്കറിയാം എവിടെ DNA ഉള്ളത്? നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമോസോമിലാണ് DNA ഉള്ളത് നമുക്ക് പറയാം. ആ DNA-യിലാണ് ആരുള്ളത്? ജീനുള്ളത്. അപ്പം ആ ജീനിൽ നിന്ന് mRNA ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂക്ലിയസിൽ വെച്ചിട്ടാണ്. ഇനി tRNA എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് RNA ആവശ്യമുള്ള ഈ സ്പെസിഫിക് അമിനോ ആസിഡുകളെ എങ്ങോട്ട് കൊണ്ടുപോകും? റൈബോസോമിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ നല്ല കളർഫുൾ ആയിട്ട് ജെംസ് ഒക്കെ കൂട്ടി വെച്ച പോലെ കാണുന്നത് എന്താണ്? റൈബോസോമാണ്. അപ്പോൾ ആ റൈബോസോമിലേക്ക് സ്പെസിഫിക് അമിനോ ആസിഡിനെ എത്തിയിട്ട് ആ അമിനോ ആസിഡുകളുടെ rRNA, റൈബോസോമൽ RNA എന്ന് പറയുന്ന ഈ റൈബോസോമിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് RNA ആണ്. അപ്പോൾ ആ rRNA എന്താക്കും? ഈ അമിനോ ആസിഡുകളെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പ്രോട്ടീനാക്കി മാറ്റും. ഇവിടെ നമ്മൾ കുറച്ച് RNA-കളുടെ പേര് പറഞ്ഞല്ലേ? mRNA എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം മെസ്സഞ്ചർ RNA ആണ്. അവിടെ M എന്ന് പറയുന്നത് മെസ്സഞ്ചർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. tRNA എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ RNA. അപ്പൊ ഈ പേരുകളിൽ തന്നെ ഉണ്ട് അല്ലെ അതിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്. mRNA മെസ്സഞ്ചർ RNA. അപ്പൊ എന്താണ്? മെസ്സേജ് ഉൾക്കൊള്ളുന്നില്ല, മെസ്സേജ് കണ്ടെയ്ൻ ചെയ്ത RNA. tRNA ട്രാൻസ്ഫർ RNA. അതായത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നുള്ള അർത്ഥം. അപ്പൊ അതാണ് tRNA ചെയ്യുന്നത്. ഇനി rRNA റൈബോസോമൽ RNA. അപ്പൊ റൈബോസോമൽ RNA എന്ന് പറഞ്ഞാൽ എവിടാണ് അതിനെ കാണുക? റൈബോസോമിലാണ്. അപ്പൊ അത് എന്താ ചെയ്യുക? ഈ കൊണ്ടുവന്ന അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആരാക്കി മാറ്റും? പ്രോട്ടീൻ ആക്കി മാറ്റും. അപ്പൊ ഈ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മുടെ പാഠം തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെറിഡിറ്റി, വേരിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് നല്ലതുപോലെ നോക്കാം എന്താന്ന്. ഹെറിഡിറ്റി അല്ലെ? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്, അതേപോലെ ഒരു ബേബിയും ഉണ്ട്. ഇവിടെ അച്ഛന്റെ കണ്ണിന്റെ കളറാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ കണ്ണിന്റെ കളർ ഏതാണ്? ബ്ലാക്ക് ആണ്, കറുപ്പാണ്. അമ്മന്റെ കണ്ണിന്റെ കളറോ? ബ്ലാക്ക് ആണ്, കറുപ്പാണ്. അപ്പൊ കുട്ടിക്ക് കിട്ടിയ കണ്ണിന്റെ കളറോ? ബ്ലാക്ക്, കറുപ്പാണ് അല്ലേ കിട്ടിയത്. അപ്പൊ ഇതാണ് എന്ത്? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ പാരൻസിലുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയിറ്റ് എന്ന് പറയും. ക്യാരക്ടർ നമ്മൾ ട്രെയിറ്റ്, TRAIT, ട്രെയിറ്റ് എന്ന് പറയും. അതെന്താണ്? അതേപോലെ കുട്ടിയിലേക്ക് എത്തുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹെറിഡിറ്റി എന്ന് പറയാം. അപ്പോൾ അച്ഛൻ്റെ കണ്ണും കറുപ്പാണ്, അമ്മൻ്റെ കണ്ണും കറുപ്പാണ്, അത് തന്നെയാണ് കുട്ടിക്ക് കിട്ടിയത്. കുട്ടിൻ്റെ കണ്ണും കറുപ്പാണ്. അങ്ങനെയെങ്കിൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ തന്നെ ഉണ്ട് വേരിയേഷൻ, വേരി അല്ലെ? വ്യത്യാസം ഉള്ളത് എന്നായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നോക്ക്, ഒരു അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, കുട്ടിയുണ്ട്. അപ്പൊ ഇവിടെ അച്ഛന്റെ മുടിയുടെ കളർ എന്താണ്? ബ്ലാക്ക്, കറുപ്പാണ്. അമ്മന്റെ മുടിയുടെ കളറും എന്താണ്? കറുപ്പാണ്. അപ്പൊ കുട്ടിക്ക് കിട്ടിയ മുടിയുടെ കളർ എന്താണ്? ഒരു ബ്രൗൺ കളറാണ്. അതായത് അച്ഛന്റെ കളറാണോ അമ്മന്റെ കളറാണോ? അല്ല, കുട്ടിക്ക് വ്യത്യസ്തമായിട്ടുള്ള വേറെ തന്നെ ഒരു കളറാണ് കിട്ടിയത് അല്ലെ? അതിന് പറയുന്ന പേരാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ പാരൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിറ്റ് ആയിരിക്കും ആർക്ക് കിട്ടുക? കുട്ടിയിലേക്ക്. കുട്ടീനെ നമ്മൾ ഓഫ് സ്പ്രിങ് എന്ന് പറയും.
അപ്പോൾ കുട്ടിയിലേക്ക് ഓഫ് സ്പ്രിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറായിരിക്കും, അല്ലെ വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഹെറിഡിറ്റി വേരിയേഷൻ എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വ്യത്യാസം വേരിയേഷന്റെ സമയത്ത് കുട്ടിയിലേക്ക് എത്തുന്ന സമയത്ത് വ്യത്യാസം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഹെറിഡിറ്റിന്റെ സമയത്ത് കുട്ടിയിലേക്ക് എത്തിയപ്പോൾ സെയിം ആയി എങ്ങനെ ക്യാരക്ടർ ഉണ്ടായി? ഈ ഒരു രഹസ്യങ്ങളുടെ ഒക്കെ നമ്മൾ ചുരുളയക്കണ്ടേ? അതല്ലേ നമ്മൾ ബയോളജിയിലൂടെ പഠിക്കുന്നത്. യെസ്, അപ്പൊ ഇതിനൊക്കെ സഹായിച്ച ഒരാളുണ്ട്. അവരുടെ പേരാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്നത്. അതായത് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് കേട്ടാൽ നമ്മൾ ഉറക്കെ വിളിച്ച് പറയുന്ന പേരാണ് ഏത്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അപ്പൊ അദ്ദേഹം 1822 ജനിച്ചത്, 1884 മരിച്ചത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പൈസം സറ്റൈവം എന്ന് പറയുന്നത് നമ്മുടെ തോട്ടത്തിലൊക്കെ കാണുന്ന എന്താണ്? പീ പ്ലാന്റ് ആണ്, പയറ് ചെടിയില്ലേ, ആ പയറ് ചെടീന്റെ സയന്റിഫിക് നെയിമാണ് പൈസം സറ്റൈവം എന്ന് പറയുന്നത്. അപ്പം ഈ പൈസം സറ്റൈവത്തിൽ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തി. നമ്മളിവിടെ പറഞ്ഞു ഈ മെന്റല് ഏത് പ്ലാന്റാണ് ചൂസ് ചെയ്തത്? പീ പ്ലാന്റ്, പയറ് ചെടിയാണ് ചൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നും, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പയർ ചെടി തന്നെ എടുത്തത്? വേറെ എന്തൊക്കെ ചെടി നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാവും, എന്നിട്ട് ഈ പയർ ചെടിയാണോ കിട്ടിയെന്നുള്ളൊരു ഡൗട്ട് വരുന്നില്ലേ? അതിന്റെ പിന്നിലുള്ള രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമുക്കൊരു പയർ ചെടി കിട്ടിയെന്ന് വിചാരിക്കും, അത് നമ്മൾ കുഴിച്ചിട്ടു അല്ലെ, കുഴിച്ചിട്ടാൽ എന്താ? അത് വളർന്ന് അത് കായായി പിന്നെ അത് നശിക്കും. അതായത് അതിനെന്താ? ഷോർട്ട് ലൈഫ് സൈക്കിൾ ആണ്. കുറേ കാലത്തേക്കൊന്നും അത് നിൽക്കൂല, കുറച്ച് സമയത്തേക്കൊക്കെ അത് നിൽക്കുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് എന്താണ്? അത് കൾട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അല്ലെ, അത് കൃഷി ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അങ്ങോട്ട് പയർവിത്ത് എന്താണ്? വിതറിയാൽ മതി, അതിന്ന് ഈ ഒരു പ്ലാന്റ് ഉണ്ടായി വരും. അതേപോലെ മറ്റൊന്ന് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ന്യൂമറസ് ഓഫ് സ്പ്രിംഗ് ആണ്. അതായത് നമുക്ക് എന്താണ്? കുറേ തൈകൾ ഈ പയറ് ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താണ്? നമുക്ക് അതിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് അതിനുണ്ട്. ഇപ്പൊ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫ്ലവർ നമുക്ക് അതിന്റെ ഷേപ്പ് വേഗം കാണാൻ പറ്റും, അല്ലെ ഫ്ലവറിന്റെ കളർ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ ചെടിന്റെ ഹൈറ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ പോഡിന്റെ ഷേപ്പ് അല്ലെ, അങ്ങനത്തെ പല പല ട്രേറ്റും നമുക്ക് എന്താ? ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെന്റൽ പീ പ്ലാന്റിനെ സെലക്ട് ചെയ്തത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും. എന്താ സെൽഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ബൈസെക്ഷൽ ആണ് അല്ലെ. ബൈസെക്ഷൽ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതായത് മെയിലും ഫീമെയിലും ഗ്യാമെറ്റ്സ് ഒരു സെയിം ഇൻഡിവിജ്വലിൽ തന്നെ ഉണ്ടാവും. അതായത് സെയിം ആയിട്ടുള്ള ആ ഫ്ലവറിൽ തന്നെ മെയിലും ഫീമെയിലും ഗ്യാമെറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സെക്സ് സെൽസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. അതിനെ ഫ്യൂസ് ചെയ്യുക, അതാണ് സെൽഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഗുണങ്ങൾ കൊണ്ട് തന്നെ അപ്പൊ എന്താ? പയർ ചെടി എടുത്തൂടെ? വേറെ ഏതോ ചെടി വേണോ? പയർ ചെടി തന്നെ പോരെ? അതെ, അതുകൊണ്ടാണ് നമ്മൾ മെന്റലി പീ പ്ലാന്റിനെ സെലക്ട് ചെയ്തത്. ഇനി അദ്ദേഹം എന്താണ് എക്സ്പെരിമെന്റ് ചെയ്തത് നമുക്ക് ഈസി ആയിട്ട് നോക്കാം. മോണോ ഹൈബ്രിഡ് ക്രോസ്, അതായത് ഇതൊരു ക്രോസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി മോണോ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് എന്നുള്ള അർത്ഥമാണ്. ഡൈ എന്ന് പറഞ്ഞാലോ? രണ്ട് എന്ന അർത്ഥമാണ്. ഇതാണ് നമ്മുടെ മെന്റൽ ചെയ്ത എക്സ്പെരിമെന്റ്. അതായത് പാരന്റൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പാരന്റ് സ്റ്റുഡൻസ് അല്ലെ പാരന്റ് ഓസ്പ്രിങ്സ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ പാരന്റൽ പ്ലാന്റ് മെയിൻ ആയിട്ട് എടുക്കുന്ന ഒരു പ്ലാന്റ്, അതിൽ ഏത് ക്യാരക്ടറാണ് നോക്കിയത്? ഹൈറ്റ് വെച്ചിട്ടാണ് അവര് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. അതായത് ടോൾ ഹൈറ്റും ഉണ്ട്, ഡ്വാർഫും ഉണ്ട് അല്ലെ. ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റ്, ടോൾ എന്ന് പറഞ്ഞാലോ കുറച്ച് നല്ല ഹൈറ്റ് ഉള്ള. അങ്ങനെ കുറച്ച് നല്ല ഹൈറ്റ് ഉള്ള ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റും എടുത്തു. അതേപോലെ ഡ്വാർഫ് ഒരു കുഞ്ഞി പ്ലാന്റിനെ എടുത്തു. ഇത് രണ്ടിനെയും ക്രോസ് ചെയ്തു. അപ്പൊ ഈ ക്രോസ് ചെയ്ത സമയത്ത് എങ്ങനെയായിരിക്കും അതിന്റെ ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ അതിന്റെ ബേബീസ് ഉണ്ടാവുക? എങ്ങനെയായിരിക്കും? നമുക്ക് പല രീതിയിൽ ഗസ് ചെയ്യാം. അതായത് കുറേ ടോൾ ഉണ്ടാവും, കുറേ ഡാർഫ് ഉണ്ടാവും, അല്ലെ രണ്ടും കൂടിയുള്ള ഒരു മീഡിയം സൈസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണല്ലേ നമ്മൾ ഗസ് ചെയ്യുക. പക്ഷേ എന്താണ് ഇതിന്റെ ആൻസർ വന്നത്? ഫസ്റ്റ് ജനറേഷൻ, അതായത് ഇതിന്റെ കുഞ്ഞുങ്ങൾ ഓഫ്സ്പ്രിങ് ഉണ്ടായ സമയത്ത് കിട്ടിയത് എന്താ? ഒക്കെ ടോൾ പ്ലാന്റ് ആണ് കിട്ടിയത് അല്ലെ. നമ്മൾ ഗസ് ചെയ്തത് എന്താ? ഇത് രണ്ടുകൂടി കൂടിയിട്ടുള്ള ഒന്ന് മീഡിയം സൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ടോള് കുറച്ച് ഡാർഫ്, ആ രീതിയിലായിരിക്കാം ഉണ്ടാവുക. പക്ഷെ എല്ലാവരുടെ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് എന്താണ് കിട്ടിയത്? ടോൾ പ്ലാന്റ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ ഫോം ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ ജീനോടൈപ്പ് വെച്ച് വരയ്ക്കുന്ന സമയത്ത് പാരന്റൽ പ്ലാന്റ്
ടോൾ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ ടി ആണ്. ഇനി ഡ്വാർഫ് എന്നതോ സ്മോൾ ടി ആണ്. ഓക്കെ, ഇത് നമ്മൾ ടോളിന് പൊതുവേ നമ്മൾ ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ടോളിന് ക്യാപിറ്റൽ ടിയും അതേപോലെ തന്നെ ഡ്വാർഫിന് സ്മോൾ ടി. ലെറ്റേഴ്സ് നമ്മൾ അധികം ഇതിന് ഉപയോഗിക്കാറില്ല. ഹൈറ്റിന് നമ്മൾ പൊതുവേ ടി വെച്ചിട്ടാണ്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആണ് ഉപയോഗിക്കാറ്. ഇനി നമ്മളൊരു ഗ്യാമറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, റീപ്രൊഡക്റ്റീവ് സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്യാമറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ആനിമൽ സെല്ലിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ ഏതാണ്? സ്പേം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫീമെയിലിന്റെ ആണെങ്കിലോ എഗ് അല്ലെങ്കിൽ ഓവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഗ്യാമറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്റ്റീവ് സെല്ലാണ് കേട്ടോ. അപ്പൊ ഈ ഗ്യാമറ്റ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു ലെറ്റർ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. അതായത് 2 ക്യാപിറ്റൽ ടി വരികയാണെങ്കിൽ അതിൽ ഒരു ടി മാത്രം എഴുതിയിട്ട് ഒന്ന് സർക്കിളിലാക്കണം. അതാണ് എന്ത്? ഗ്യാമറ്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 2 സ്മോൾ ടി വരികയാണെങ്കിലോ ഒരു സ്മോൾ ടി എഴുതിയിട്ട് അതിന് വട്ടത്തിന്റെ ഉള്ളിലാക്കണം. അപ്പൊ വട്ടം നിർബന്ധമായിട്ടും ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്? ഒരു ലെറ്റർ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അതാണ് ഗ്യാമറ്റ്സിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ ഇതേപോലെ നമ്മൾ വരയിടണം. എന്നിട്ട് കിട്ടുന്ന F1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ജനറേഷൻ. അതായത് ആദ്യത്തെ ജനറേഷനിൽ എന്താണ് കിട്ടിയത്? എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എങ്ങനെയാണ് വരുന്നത്? സിമ്പിൾ ആണ്. നമ്മൾ എന്താ, 2 ടോളിനെ നമ്മൾ ക്യാപിറ്റൽ ടി എഴുതിയില്ലേ? അതിൽ നിന്ന് ഗ്യാമറ്റ് വന്നപ്പോൾ എന്ത് എഴുതി? ഒരു ക്യാപിറ്റൽ ടി എഴുതിയിട്ട് അതിനെ റൗണ്ടിലാക്കി. ഡ്വാർഫ് വന്നപ്പോൾ നമ്മൾ എന്താ എഴുതിയത്? സ്മോൾ ടി എന്ന് എഴുതു. അതിൽ നിന്ന് നമ്മൾ ഗ്യാമറ്റ് എഴുതിയപ്പോൾ ഒരു സ്മോൾ ടി എടുത്തിട്ട് അതിനെ റൗണ്ടിലാക്കി. ഇനി അതിനെ ക്രോസ് ചെയ്തപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഗ്യാമറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഗ്യാമറ്റ്സിന്റെ ഉള്ളിലാക്കിയതില്ലേ, അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ജനറേഷൻ വരുന്നേരം നമ്മൾ എഴുതേണ്ടത്. അതായത് ഇവിടെ നമ്മൾ റൗണ്ടിന്റെ ഉള്ളിൽ ഒരു ക്യാപിറ്റൽ ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താക്കുക? ഈ ടി എന്ന് എഴുതുക. ഓക്കെ, ഇനി സ്മോൾ ടി എന്ന് നമ്മൾ സർക്കിളിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. ആ സ്മോൾ ടി എന്താ എഴുതുക? സ്മോൾ ടി എഴുതുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വേറൊന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ടിക്ക് പകരം ക്യാപിറ്റൽ ആർ എന്ന് എഴുതി. ഇനി മറ്റു സ്ഥലത്ത് നമ്മൾ എന്താ? സ്മോൾ ആർ എന്ന് എഴുതി. അതിന്റെ ഗ്യാമറ്റ് എങ്ങനെ എഴുതുക? ക്യാപിറ്റൽ ആറിന്റെ ഗ്യാമറ്റ് ഒരു ക്യാപിറ്റൽ ആർ എഴുതുക, അതിനെ സർക്കിളിന്റെ ഉള്ളിലാക്കുക. ഇനി സ്മോൾ ആറിന്റെ ഗ്യാമറ്റ് എങ്ങനെ എഴുതുക? ഒരു സ്മോൾ ആർ എഴുതുക, എന്നിട്ട് അതിനെ നമ്മൾ എന്താക്കുക? വട്ടത്തിന്റെ ഉള്ളിലാക്കുക. ഇനി അതിന്റെ F1 ജനറേഷൻ എങ്ങനെ എഴുതുക? ആ വട്ടത്തിന്റെ ഉള്ളിൽ എഴുതിയ ആൾക്കാരെ താഴോട്ട് എടുത്ത് എഴുതുക, കൂട്ടിയിട്ട് എഴുതുക. അതായത് ക്യാപിറ്റൽ ആറ് സ്മോൾ ആറ്. അങ്ങനെയാണ് നമ്മൾ എന്താ ഈ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത് ഫസ്റ്റ് ചെയ്തൊരു മോണോ ഹൈബ്രിഡ് ക്രോസിലെ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു, ഇത് ചെയ്ത സമയത്ത് ടോളും ഡ്വാർഫും ചെയ്തപ്പോൾ നമ്മൾ ഗസ് ചെയ്തത് ഒന്നെങ്കിൽ മീഡിയം സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടിൻ്റെ കൂടി എന്താണ്, ഒന്നെങ്കിൽ ടോള് ഡാർഫ് ആ രീതിയിലാണ് വരിക എന്നാണ് നമ്മൾ വിചാരിച്ചത്. രണ്ടും കൂടിയാണ് വരിക. പക്ഷെ ഇവിടെ എന്താണ്, നമ്മുടെ ആ ഒരു ഗസ്സൊക്കെ തെറ്റിച്ചോണ്ടാണ്, അതേപോലെ മെന്റലിന്റെ ഗസ്സും തെറ്റിച്ചോണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ കിട്ടിയ ടോൾ പ്ലാന്റ് ഇല്ലേ, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ടോൾ ആണ് കേട്ടോ. അതെന്തുകൊണ്ടൊക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അത് പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ടോൾ എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ടോൾ ആണ് കിട്ടിയത്. അപ്പോൾ മെന്റൽ എന്ത് ചെയ്തു, ഇതിനെ സെൽഫ് പോളിനേറ്റ് അല്ലെ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ നോക്കി. നമ്മൾ പറഞ്ഞു സെൽഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്ലാന്റിൽ തന്നെ എന്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ സെൽസ് ഉണ്ടാവും അല്ലെ, അതിനെ ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മെന്റൽ എന്താക്കി, ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ടോൾ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് അല്ലെ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യാൻ നോക്കി. അപ്പൊ എന്തായിരിക്കും നമ്മളെ ഗസ്, എന്തായിരിക്കും, കുറേ ടോളായിരിക്കും കിട്ടാനായിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ എന്താണ്, നമ്മളെ ഗസ് തെറ്റിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം ഫുള്ള് ടോളായിരിക്കും കിട്ടുകയെന്ന് വിചാരിച്ചു. പക്ഷെ എന്താണ് കിട്ടിയത്, ടോളും കിട്ടി ഡ്വാർഫും കിട്ടി.
അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നമ്മൾ ടോളിനെ മാത്രം, ഈ ടോൾ പ്ലാന്റിൽ തന്നെ നമ്മൾ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്തതാണ് അല്ലെ. അപ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കുക, അത് ടോൾ എങ്ങനെയായിരിക്കും കിട്ടുക, ഇവിടെ എങ്ങനെ ഡാർഫ് എത്താനാണ് അല്ലേ. പക്ഷെ ഈ F2 അതായത് സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ ഓസ്പ്രിങ് കിട്ടിയത് എങ്ങനെയാണ്, ടോളും കിട്ടിയിട്ടുണ്ട് ഡ്വാർഫും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ സെൽഫ് പോളിനേഷൻ്റെ, അതായത് നമ്മൾ ഫസ്റ്റ് ജനറേഷന് സെൽഫ് പോളിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, അതിൻ്റെ ആ ഒരു ജീനോടൈപ്പിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ളതായിരുന്നല്ലേ നമ്മൾ F1 ജനറേഷനിൽ കിട്ടിയത്. അപ്പോൾ അതേ ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ടോൾ തന്നെയാണ്. അപ്പം അത് സെൽഫ് പോളിനേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് അതേ പ്ലാന്റ് തന്നെയാണ് ക്രോസ് ചെയ്തത്, വേറൊരു പ്ലാന്റുമായിട്ടല്ല ക്രോസ് ചെയ്തത്, അതേ പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലും ഉണ്ടാവും സെൽസ്, അത് ഫ്യൂസ് ചെയ്തിട്ടാണ് സെൽഫ് പോളിനേഷൻ നടന്നത്. ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി എഴുതിയാൽ പോരാ, 2 എണ്ണം എഴുതണം ക്രോസ് ചെയ്യുന്ന നേരം. ഇനി നമ്മൾ പറഞ്ഞു ഗ്യാമറ്റ് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ടി എന്ന് വന്നപ്പോൾ അതിന്റെ ഗ്യാമറ്റ് നമ്മൾ എങ്ങനെ എഴുതിയത്, ഒരു ക്യാപിറ്റൽ ടി എടുത്തിട്ട് അതിനെ സർക്കിളിലാക്കിയതാണ്. ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട് സ്മോൾ ടി ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഗ്യാമറ്റ് എങ്ങനെ എഴുതേണ്ടത്, അതിനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. അതായത് ഒരു ക്യാപിറ്റൽ ടി എടുക്കുക, അതിന് സർക്കിളിന്റെ ഉള്ളിലാക്കുക, ഒരു സ്മോൾ ടി എടുക്കുക, അതിന്റെ സർക്കിളിന്റെ ഉള്ളിലാക്കുക. അപ്പോൾ ഇത് തന്നെ അടുത്ത ക്യാപിറ്റൽ ടിക്കും സ്മോൾ ടിക്കും ചെയ്യാം. ക്യാപിറ്റൽ ടി എടുക്കുക, സർക്കിളിന്റെ ഉള്ളിലാക്കുക, സ്മോൾ ടി എടുക്കുക, സർക്കിളിന്റെ ഉള്ളിലാക്കുക. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ഗ്യാമറ്റ് ഉണ്ട്, 4 ഗ്യാമറ്റ് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഗസ് ചെയ്താൽ മതി, എത്ര എണ്ണാണോ അവിടെ ഉള്ളത് അതിന്റെ രീതിയിലായിരിക്കും ഗ്യാമറ്റ് വരിക. ഇനി നമ്മൾ എന്താണ് അതിനെ ക്രോസ് ചെയ്തു. അപ്പൊ ക്രോസ് ചെയ്യുക എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു ക്യാപിറ്റൽ ടി, ഇവിടുത്തെ ഒരു ക്യാപിറ്റൽ ടി, അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് കിട്ടും. അതായത് നമ്മൾ ഈ സൈഡും ആ സൈഡും ആയിട്ടാണ് ക്രോസ് ചെയ്യുക. ഓക്കെ, ഈ സൈഡിലുള്ള ആദ്യത്തെ ആള് എന്താവും, ആ സൈഡിലുള്ള ആദ്യത്തെ ആളുമായിട്ട് ക്രോസ് ചെയ്തിട്ട് അത് നമ്മൾ എങ്ങനെ എഴുതുക, ക്യാപിറ്റൽ ടി എന്ന് എഴുതും. ഇനി ഈ സൈഡിലുള്ള ആദ്യത്തെ ആളും ഇനി അടുത്ത സൈഡിലുള്ള മറ്റേ ആളില്ലേ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി ഈ സൈഡിലുള്ള രണ്ടാമത്തെ ആളില്ലേ ഏത്, സ്മോൾ ടി എന്ന് പറയുന്നത്, ആ സ്മോൾ ടിയും ആ സൈഡിലുള്ള ആദ്യത്തെ ക്യാപിറ്റൽ ടി ഇല്ലേ അതുമായിട്ട് നോക്കുന്നേരം ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടും. ഇനി ഈ സൈഡിലുള്ള സ്മോൾ ടി ഇല്ലേ അതും ആ സൈഡിലുള്ള രണ്ടാമത്തെ സ്മോൾ ടി ഇല്ലേ അവരും ക്രോസ് ചെയ്യുന്നേരം സ്മോൾ ടി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ ഒരു കളറിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ റെഡ് വരെയും ഗ്രീൻ വരെയും കൂടിയിട്ട് ക്യാപിറ്റൽ ടി, പിന്നെ റെഡ് വരെയും വയലറ്റ് വരെയും കൂടിയിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇനി ആ യെല്ലോ വരെയും ഗ്രീൻ വരെയും കൂടിയിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ആൻഡ് ആ യെല്ലോ വരെയും വയലറ്റ് വരെയും കൂടിയിട്ട് സ്മോൾ ടി. അപ്പം നമ്മൾ ഈ സൈഡും ആ സൈഡും ആയിട്ടാണ് നമ്മൾ എന്താക്കുക, ഇങ്ങനെ ക്രോസ് ചെയ്യുന്നവരും ഏത് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്, ടോൾ പ്ലാന്റും കിട്ടിയിട്ടുണ്ട്, ഡ്വാർഫ് പ്ലാന്റും കിട്ടിയിട്ടുണ്ട്. എത്ര ടോൾ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്, 3 ടോൾ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി എത്ര ഡാർഫ് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്, ഒരു ഡാർഫ് പ്ലാന്റ് ആണ് കിട്ടിയത്, F2 ജനറേഷനിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ മോണോ ഹൈബ്രിഡ് ക്രോസിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചുരുക്കി പറയാണ്. F1 ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ആണ്, F2 ജനറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ ആണ്. അതായത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്ത ക്രോസ് ആരായിരുന്നു, ടോൾ പ്ലാന്റും ഡാർഫ് പ്ലാന്റോടും കൂടിയിട്ട് ടോൾ പ്ലാന്റ് കിട്ടി, അതാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ആളില്ലേ അയാളെ പിടിച്ചിട്ട് സെൽഫ് പോളിനേറ്റ് ചെയ്തു, അപ്പം നമുക്ക് കിട്ടിയില്ലേ 3 ടോളും 1 ഡാർഫും, അതാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ടോൾ എന്ന് പറയുന്നതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അതിന്റെ ജീനോ ടൈപ്പ്. എന്താ ജീനോ ടൈപ്പ് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ അതിന്റെ ജീനോ ടൈപ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അതായത് ക്യാപിറ്റൽ ടി എന്ന് വന്നാലും ടോളാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വന്നാലും എന്താണ്, ടോളാണ്. ഇനി സ്മോൾ ടി എന്ന് വന്നാലോ അതെന്തായിരിക്കും, ഡാർഫ് ആയിരിക്കും കേട്ടോ. സ്മോൾ ടി എന്ന് വന്നാൽ മാത്രമായിരിക്കും ഡാർഫ്, അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. സ്മോൾ ടി വന്നാൽ മാത്രമായിരിക്കും എന്ത്, ഡാർഫ്. വേറെ എന്ത് വന്നാലും എന്തായിരിക്കും, ടോൾ ആയിരിക്കും. ഇനി ഗ്യാമെറ്റ്സ് എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ട കാര്യം, ഓൾവേസ് ഇൻസൈഡ് ദ സർക്കിൾ. നമ്മൾ എന്താണ്, സർക്കിളിന്റെ ഉള്ളിലേ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങളോട് എന്താണ് സർക്കിൾ ഇടാൻ മറന്നുപോയാൽ അത് തെറ്റാണ്, അത് ഗ്യാമറ്റ് ആയിട്ട് നമ്മൾ കൂട്ടില്ല. ഇനി ഈ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന് നമുക്ക് കിട്ടിയ റേഷ്യോ എന്താന്ന് ചോദിച്ചാൽ 3:1 ആണ്. 3:1 എന്ന് പറഞ്ഞാൽ
ടോള് എത്രയാണ് 3 എണ്ണവും ഡ്വാർഫ് 1 എന്നല്ലേ. ഓക്കെ, അത് കാണുന്ന സമയത്തും അദ്ദേഹം ആ ഒരു കണ്ടപ്പോഴും എന്താണ് 3 വലുതും 1 ചെറുതും ആണ് കിട്ടിയത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ അല്ലാണ്ട് അതിന് ജീനോ ടൈപ്പ് നോക്കണം. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി നോക്കിയില്ലേ, അങ്ങനെ സ്മോൾ ടി നോക്കിയില്ല. അപ്പൊ അതിലും എന്താണ് 3ഉം 1ഉം ആണ് വന്നത്. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്താന്ന് ചോദിച്ചാൽ 3:1. അപ്പൊ ഇവിടെ ചോദിക്കാം ജീനോട്ടിപ്പിക് റേഷ്യോ എന്താന്ന് ചോദിച്ചാൽ 3:1 ആണ് കേട്ടോ. അതേപോലെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാലും അതെന്താണ് 3:1 ആണ്. അപ്പൊ എന്താണ് ജീനോ ടൈപ്പ്, എന്താണ് ഫീനോടൈപ്പ് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കും. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ മോണോ ഹൈബ്രിഡ് ക്രോസിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. അതായത് അദ്ദേഹം മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്തു, അതായത് ഒരു ക്യാരക്ടർ മാത്രം, ഹൈറ്റ് മാത്രം വെച്ചിട്ട് അദ്ദേഹം ചെയ്തു നോക്കി. ഇനി അദ്ദേഹം വിചാരിച്ചു 2 ക്യാരക്ടർ എടുത്തിട്ട് നമ്മൾ നോക്കിയാലോ. അതിനാണ് നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഈ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ എന്തായിരിക്കും മെന്റൽ ചെയ്തിട്ടുണ്ടാവുക? ഇവര് ഇവിടെ എന്താണ് ടോൾ ആൻഡ് റൗണ്ടഡ് സീഡഡ് ഉള്ള പ്ലാന്റ് എടുത്തു. അതായത് നല്ല ഹൈറ്റ് ഉള്ളതും നല്ല ടോൾ ആയിട്ടുള്ളതും അതേപോലെ അതിലെന്താണ് റൗണ്ട് ആയിട്ടുള്ള കായ്കളായിരിക്കും, സീഡായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ ഒരു ചെടിയും എടുത്തു. അതേപോലെ ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡഡ്, അതായത് ഒന്ന് ചെറിയ കുഞ്ഞി പ്ലാന്റും അതേപോലെ അതിലെന്താണ് ഇങ്ങനെ റിങ്കിൾഡ് ആയിട്ടുള്ള, റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ ചുളുങ്ങിയ രീതിയിലുള്ള ഇട്ടാൽ സീഡ് വരുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് എടുത്തു. അപ്പം ഈ 2 ക്യാരക്ടറും സെയിം പ്ലാന്റ് തന്നെയാണല്ലോ കേട്ടോ. അതായത് ഇപ്പോൾ ടോള് വേറെ പ്ലാന്റ്, റൗണ്ടഡ് സീഡ് ഉണ്ടാകുന്ന വേറെ പ്ലാന്റ്, അതേപോലെ ഡ്വാർഫ് വേറെ പ്ലാന്റ്, റിങ്കിൾഡ് സീഡ് ഉണ്ടാകുന്ന വേറെ പ്ലാന്റ്. അങ്ങനെയല്ല, ടോളും റൗണ്ടും ഒരു പ്ലാന്റിലാണ്, അതേപോലെ എന്താണ് ഡ്വാർഫും റിങ്കിൾഡും വേറൊരു പ്ലാന്റിലാണ് കേട്ടോ. അങ്ങനെ ഈ 2 പ്ലാന്റും എടുത്തിട്ട് നമ്മുടെ മെന്റൽ എന്താക്കി അങ്ങോട്ട് ക്രോസ് ചെയ്യാണ്. അപ്പൊ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഈ പ്രാവശ്യം നമ്മൾ ഗസ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഗസ് ഒക്കെ തെറ്റിപ്പോകുന്നുണ്ട് അല്ലെ. നമുക്ക് നോക്കാം എന്താന്ന് ആൻസറിന്. അപ്പൊ ഇവിടെ അവർ ചെയ്ത സമയത്ത് ഇവിടെ ഗ്യാമെറ്റ്സ് എങ്ങനെ കൊടുത്ത് ഞാൻ പറഞ്ഞു. ഇവിടെ എന്താണ് ടോൾ ആൻഡ് റൗണ്ടഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ആണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ജീനോടൈപ്പ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടോളിന് ക്യാപിറ്റൽ ടി എടുത്തു, അങ്ങനെ തന്നെ ഡ്വാർഫിന് അതിൻ്റെ സ്മോൾ ലെറ്ററേ എടുക്കാൻ പാടുള്ളൂ, സ്മോൾ ടി ആണ് എഴുതേണ്ടത്. അല്ലാണ്ട് നമ്മൾ ടോളിന് ക്യാപിറ്റൽ ടിയും അതേപോലെ ഡ്വാർഫിന് എന്താ സ്മോൾ ആറും എടുത്തു, അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ആൽഫബറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മോൾ ലെറ്റർ ആയിരിക്കും അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറിന് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ക്യാപിറ്റൽ ടി എന്ന് എടുത്തു ടോളിന്, അതേപോലെ തന്നെ ഡ്വാർഫിന് സ്മോൾ ടി ആണ്. ഇനി ക്യാപിറ്റൽ ആർ റൗണ്ടഡ് സീഡ് അല്ലെ, റൗണ്ടഡ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ആർ എന്ന് എടുത്തു. അതേപോലെ അതിൻ്റെ റിങ്കിളിന് എന്തായിരിക്കും എടുക്കുക? ഇതിൻ്റെ സ്മോൾ ലെറ്റർ അതായത് സ്മോൾ ആർ എടുത്തു. അപ്പൊ അതിന്റെ ഗ്യാമെറ്റ്സ് ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ടി എന്ന് വെക്കുന്നേരം അതിൽ ഒരു ടി എടുത്ത് താഴോട്ട് എഴുതുക. അതേപോലെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നേരം അതിലത്തെ ഒരു ആർ എടുത്തിട്ട് താഴോട്ട് എഴുതുക, എന്നിട്ട് അതിനെ വട്ടത്തിലാക്കുക. അപ്പൊ അതിന്റെ ഗ്യാമെറ്റ് കിട്ടിയോ? കിട്ടി. ഇനി സ്മോൾ ടി എന്ന് വരുന്നേരം അതിലത്തെ ഒരു ടി എടുത്ത് താഴോട്ട് എഴുതുക. ഇനി സ്മോൾ ആർ എന്ന് വരുന്നേരം അതിലത്തെ ഒരു സ്മോൾ ആർ എടുത്ത് താഴോട്ട് എഴുതുക, അതിനെ വട്ടത്തിലാക്കുക. അപ്പൊ ഗ്യാമെറ്റ് കിട്ടിയോ? കിട്ടി. ഇനി ഇതിനെ ക്രോസ് ചെയ്തപ്പോൾ എന്താണ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക? ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത് ടോൾ ആൻഡ് റൗണ്ടഡ് സീഡഡ് ആണ്. അതായത് ടോളും അതേപോലെ റൗണ്ട് സീഡഡ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കിട്ടിയത്. അപ്പം മറ്റേ അയാൾ ഇതിൽ വന്നിട്ടില്ല, അതായത് റിങ്കിൾഡും ഡ്വാർഫും ആയിട്ടുള്ളത് ഇതിൽ കിട്ടിയിട്ടില്ല, ടോൾ ആൻഡ് റൗണ്ടഡ് ആയിട്ടുള്ളതാണ് വന്നത്. അപ്പൊ ഇതിന്റെ ക്രോസ് നമ്മൾ എന്താണ് F1 ജനറേഷനിൽ റെപ്രസെന്റ് ചെയ്യുക ജീനോടൈപ്പ്? ഒരു ക്യാപിറ്റൽ ടി എഴുതാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്യാപിറ്റൽ ടി എഴുതുന്ന സമയത്ത് അതിൻ്റെ സ്മോൾ ടി അതിൻ്റെ അടുത്ത് തന്നെ എഴുതണം. ഓക്കെ, ഈ F1 ഒക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ സ്മോൾ ലെറ്റർ അതിൻ്റെ അടുത്ത് തന്നെ എഴുതണം. അല്ലാണ്ട് ക്യാപിറ്റൽ ടി എഴുതി പിന്നെന്താ ക്യാപിറ്റൽ ആർ എഴുതി സ്മോൾ ടി എഴുതി സ്മോൾ ആർ എഴുതി, അത് തെറ്റാണ്. അപ്പോൾ ഈ ടോൾ എന്ന് പറയുന്നേരം ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടിയിട്ടുള്ളതാണ്. എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഈ F1 ജനറേഷൻ എടുത്തു സെൽഫ് പോളിനേഷൻ ചെയ്തു അല്ലേ. അതായത് ടോൾ ആൻഡ് റൗണ്ടഡ് ആയിട്ടുള്ള ആ കിട്ടിയ F1 ജനറേഷൻ ചെടീനെ എടുത്തിട്ട് അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. അതിൽ തന്നെ മെയിലും ഫീമെയിലും സെൽസും ആയിട്ട് ഫ്യൂസ് ചെയ്തു അല്ലെ, അതേ പ്ലാന്റിൽ തന്നെ. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ.
ഇവിടെ എങ്ങനെയാണ് വരിക? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ നമുക്ക് എന്ത് ചെയ്താം? ഒരു ഗ്യാമറ്റ് എഴുതാം. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ആർ നമുക്ക് വേറെ ഗ്യാമറ്റ് എഴുതാം. സ്മോൾ ടി ക്യാപിറ്റൽ ആർ നമുക്ക് വരാം. അതേപോലെ തന്നെ സ്മോൾ ടി സ്മോൾ ആർ നമുക്ക് എഴുതാം. ഇനി ഈ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ ടോട്ടലായിട്ട് 16 ക്യാരക്ടേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ്, ഒരു ചെടിയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ F2 ജനറേഷൻ ആയപ്പം 16 ചെടികൾ നമുക്ക് 16 ക്യാരക്ടർ റിലേറ്റഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്ത നേരം അതിന്റെ F2 ജനറേഷനിൽ എത്തുന്ന നേരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു ടാബിൾ വരയ്ക്കണം. ആ ടാബിൾ നമ്മൾ 16 കോളമായിട്ട് നമ്മൾ എന്താക്കണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കിട്ടിയ ഗ്യാമറ്റ്സ് ഇല്ലേ, അതിനെ നമ്മൾ മുകളിൽ എഴുതണം. അപ്പോൾ 4 ഗ്യാമറ്റാണ് ഉണ്ടാവുക. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. അത് തന്നെ നമ്മൾ എന്താ താഴോട്ടും എഴുതണം അല്ലേ. നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും സെയിം ആയിട്ടുള്ള ഗ്യാമറ്റിൻ്റെ ആ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് എഴുതുന്നത്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇനി ആദ്യത്തെ കോളത്തിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടിയില്ലേ, അതെങ്ങനെയാ വരുന്നത്? ആദ്യത്തെ ഗ്യാമറ്റില്ലേ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, അതേപോലെ ഈ സൈഡിലുള്ള അതായത് കുത്തനെ എഴുതുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് എഴുതില്ലേ, അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് ആദ്യത്തെ കോളത്തിലുള്ള ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കോളം നോക്കി നോക്കൂ, അത് നമുക്ക് ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നും കിട്ടിയില്ലേ, അതെങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഇല്ലേ, അതും പിന്നെ നമ്മൾ വെർട്ടിക്കലായി എന്ന് വെച്ചാൽ കുത്തനായിട്ട് നോക്കുന്ന നേരം ആദ്യത്തെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും ഇല്ലേ, അത് രണ്ടുകൂടി കൂടിയിട്ടാണ് രണ്ടാമത്തെ കോളത്തിലുള്ള ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നത് ഫോം ചെയ്തത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കോളത്തിൽ നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ. അപ്പൊ അതെങ്ങനെ ഉണ്ടാകുന്നത്? അതായത് നമ്മൾ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ളതിൽ ആദ്യത്തെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറും, അതേപോലെ നമ്മൾ ഹൊറിസോണ്ടൽ ചെയ്യുന്ന സമയത്ത് സ്മോൾ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഗ്യാമറ്റും ഇല്ലേ, അത് രണ്ടാളും കൂടിയിട്ടാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ എന്ന് കിട്ടുന്നത്. ഇനി നാലാമത്തെ കോളത്തിൽ നോക്കുകയാണെങ്കിലും ഇവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ളിടത്തുള്ള ആദ്യത്തെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും, അതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നാലാമത്തെ സ്മോൾ ടിയും സ്മോൾ ആറും കൂടിയിട്ടാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ 16 എണ്ണം എന്താക്കണം, ഫിൽ ചെയ്യണം. എന്നിട്ട് ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് വരുന്നത് എന്താ റെപ്രസെന്റ് ചെയ്യുന്ന ട്രേറ്റ്? ടോൾ ആൻഡ് റൗണ്ടഡ് സീഡ്സ് ആണ്. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആകുന്നേരോ അതും എന്താണ്, ടോൾ ആൻഡ് റൗണ്ടഡ് ആണ്. അത് നമുക്ക് പറയാം. ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ നോക്കുന്നേരം ടോൾ ആൻഡ് റൗണ്ടഡ് എന്ന് പറയും. റൗണ്ടഡ് സീഡഡ് ഇല്ലേ, അത് പറയുന്നത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ വന്നാലും ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ വന്നാലും ടോൾ ആൻഡ് റൗണ്ടഡ് ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാലും ടോൾ ആൻഡ് റൗണ്ടഡ് ആണ്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാലും എന്താണ്, അത് ടോൾ ആൻഡ് റൗണ്ടഡ് ആണ്. ഇനി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ എന്താ, അത് ഡ്വാർഫ് ആൻഡ് റൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ചെറുതും റൗണ്ടഡും ആയിട്ടുള്ളതായിരിക്കും വരിക. സ്മോൾ ടി ക്യാപിറ്റൽ ആർ വന്നാലും അതും എന്താണ്, ഡ്വാർഫ് ആൻഡ് റൗണ്ടഡ് ആയിട്ടുള്ളതായിരിക്കും പ്ലാന്റ്. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ആർ വന്നാൽ എന്തായിരിക്കും, ടോൾ ആൻഡ് റിംഗിൾഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ആർ വന്നാലോ ടോൾ ആൻഡ് റിംഗിൾഡ് ആയിരിക്കും. ഇനി സ്മോൾ ടി സ്മോൾ ആർ വന്നാലോ അതെന്തായിരിക്കും, ഡ്വാർഫ് ആൻഡ് റിംഗിൾഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ആ ഒരു ടാബിളിൽ നോക്കിയിട്ട് ഏതൊക്കെ ക്യാരക്ടർ എന്നത് നമ്മൾ എഴുതണം. ഇനി ഈ ഒരു ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ 9:3:3:1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലീൽ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള നമുക്ക് നോക്കാം. അതായത് പാരന്റൽ ട്രേറ്റ്, പാരന്റിലുള്ള എന്തെങ്കിലും ഒരു സ്വഭാവം. ഇപ്പോൾ നമ്മളൊരു പാരന്റ് പ്ലാന്റിലുള്ള ഹൈറ്റോ അല്ലെങ്കിൽ എന്താണ് ടോൾ ആൻഡ് റൗണ്ടഡ്, അങ്ങനെ നമ്മൾ പാരന്റ് ചെടിയിലുള്ള ഒരു സ്വഭാവമല്ലേ, ആ സ്വഭാവം പാസ്ഡ് ത്രൂ
ഫാക്ടർ എന്ന് പറയുന്ന ഇതിലൂടെയാണ് എങ്ങോട്ട് എത്തുന്നത്? ഓഫ് സ്പ്രിങ്ങിലേക്ക് എത്തുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാരന്റിലുള്ള ഒരു പാരന്റ് ട്രേറ്റ് ഫാക്ടേഴ്സ് വഴി ആണ് എങ്ങോട്ട് എത്തുന്നത്? ഈ ഒരു ഓഫ് സ്പ്രിങ്സിലേക്ക് എത്തുന്നത്. വൈ ഗാമറ്റ്സ് നമ്മൾ ജസ്റ്റ് പറയലില്ലേ, അതായത് ഞാൻ കോഴിക്കോട് വഴി വയനാട്ടിലേക്ക് പോവാന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഈ ഗാമറ്റ്സ് വഴി എന്താണ്, ഫാക്ടേഴ്സ് വഴിയാണ് പാരന്റൽ ട്രേറ്റ് ഓഫ് സ്പ്രിങ്സിലേക്ക് എത്തുന്നത്. ആ ഫാക്ടേഴ്സിന് പിന്നെ എന്താണ്, ജീൻസ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ഫാക്ടേഴ്സിന് പിന്നെ എന്ത് പേര് കൊടുത്തു? ജീൻ എന്ന് പേര് കൊടുത്തു. അപ്പം ഒരു പാരന്റൽ ട്രൈറ്റ്, പാരന്റിലുള്ള സ്വഭാവം ആര് വഴിയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്? ഫാക്ടേഴ്സ് വഴിയാണ് എത്തുന്നത്. ആ വൺ ജീൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫോംസ്, അതായത് ഒരു ജീൻ തന്നെ പല പല ഫോമിൽ അല്ലെ പല പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് അല്ലീൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഹൈറ്റിന് നമ്മൾ ടോള് മാത്രമാണോ കാണാൻ പറ്റുക? അല്ല, അതിന് ഡ്വാർഫ് എന്ന് പറയുന്ന മറ്റൊരു എന്താണ് സ്വഭാവം കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ടോളും ഉണ്ട് ഡ്വാർഫും ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് വൺ ജീൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫ്രോം. ഒരു ജീൻ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമിൽ തന്നെ പലതരത്തിലുള്ള രൂപത്തിൽ നമുക്ക് കാണാം. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, ടോൾ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഡ്വാർഫ് എന്ന് പറയുന്നതുണ്ട് അല്ലെ. ആ ഡിഫറെന്റ് ഫോമിൽ കാണുന്നതിനെയാണ് നമ്മൾ അല്ലീൽസ് എന്ന് പറയുന്നത്. അപ്പം എന്താ അല്ലീൽ ഫോർ ഹൈറ്റിന് എക്സാമ്പിൾ എന്താ, ടോൾ ആൻഡ് ഡ്വാർഫ്. ഇപ്പോൾ നമ്മൾ സീഡിന്റെ കേസ് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ സീഡിന്റെ തന്നെ എങ്ങനെയുണ്ട്, റൗണ്ടഡും ഉണ്ട് റിങ്കിൾഡും ഉണ്ട് അല്ലെ, റൗണ്ട് ആയിട്ടുള്ളതും ഉണ്ട് ചുരുങ്ങിയതും ഉണ്ട്. അപ്പൊ അതാണ് എന്ത്, അല്ലീൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഫീനോടൈപ്പ് ജീനോടൈപ്പ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അല്ലെ. എന്താ ഫീനോടൈപ്പ്, എന്താ ജീനോടൈപ്പ് നോക്കാം. ഫീനോടൈപ്പ്, ജീനോടൈപ്പ് ഡിറ്റർമിൻസ് ഫിസിക്കൽ ട്രേറ്റ് ആണ്. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു ചെടീനെ കാണുന്ന സമയത്ത് അത് വലുതാണോ ചെറുതാണോ നമുക്ക് കാണാൻ പറ്റും. അല്ല അതിന്റെ പൂവിന്റെ കളർ എന്താ, മഞ്ഞയാണോ അല്ലെ ചുവപ്പാണോ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ദ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസം ആർ കോൾഡ് ഫീനോടൈപ്പ്. അതായത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു ട്രേറ്റ് അല്ലെ ക്യാരക്ടറിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഒരു ചെടിനെ കണ്ടാൽ അത് വലുതാണ്, അല്ലെ മറ്റൊരു ചെടിനെ കണ്ടാൽ അത് ചെറുതാണ്, അതിന്റെ പൂവ് മഞ്ഞയാണ്, ഇതിന്റെ പൂവ് ചുവപ്പുമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റില്ല. കോമ്പിനേഷൻ ഓഫ് അല്ലീൽസ് ആണ്. അതായത് നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞില്ലേ, അതായത് ക്യാപിറ്റൽ ടി അതായത് ഒരു ടോൾ ആയിട്ടുള്ളതാണെങ്കിൽ അതിന് ക്യാപിറ്റൽ ടി എന്ന് പറയും അല്ലെ. അവിടെ നമ്മൾ ഈ ക്യാപിറ്റൽ ടി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതിന്റെ ഉള്ളിലുള്ള ജീൻസിലൊക്കെ സംബന്ധിച്ച കാര്യമാണ്. അതിനെയാണ് നമ്മൾ ജീനോടൈപ്പ്, നമുക്ക് എന്താണ് ഒബ്സർവബിൾ അല്ലാത്ത ക്യാരക്ടറാണ്, അതിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ദിസ് ക്യാരക്ടേഴ്സ് ആർ കോൾഡ് ജീനോടൈപ്പ്. അതായത് നമ്മൾ ഒറ്റനോട്ടത്തിൽ പറഞ്ഞ ആ ക്യാരക്ടർ ഇല്ലേ, അത് ഉണ്ടാവാൻ കാരണം എന്താണ്, ജീൻസിന്റെ ഒക്കെ ഒരു കളിയല്ലേ. ആ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ദിസ് ക്യാരക്ടർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജീനോടൈപ്പ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫീനോടൈപ്പ് ടോൾ ആൻഡ് ഡ്വാർഫ്, അതായത് വലിയ ചെടിയാണ് അതേപോലെ കുഞ്ഞു ചെടിയാണെന്നുള്ളത്. അത് നമുക്ക് എന്താണ്, ഫീനോടൈപ്പ് ആണ്, കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ജീനോടൈപ്പ് അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ടോൾ ആവാനുള്ള കാരണം ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ ക്യാപിറ്റൽ ടി ആണ് അല്ലെ, അത് അതിന്റെ ജീനോടൈപ്പ് ആണ്. അതേപോലെ ഡ്വാർഫ് കുഞ്ഞിയാവാനുള്ളതിന്റെ എന്താ, സ്മോൾ ടി ആണ്, അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇത്രയും എക്സ്പെരിമെന്റ് ആര് ചെയ്തു, നമ്മുടെ മെന്റൽ ചെയ്തു. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു കൺക്ലൂഷൻ പറയണ്ടേ. അതാണ് മെന്റൽ പോസ്റ്റ്ലേറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള ഊഹങ്ങൾ അല്ലെ അനുമാനങ്ങളൊക്കെയാണ് എന്ത്, മെന്റൽ പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. അതാണ് മെന്റൽസ് പോസ്റ്റ്ലേറ്റ്സ്. മെന്റലിന്റെ എന്താ അനുമാനം അല്ലെ ഊഹം എന്നൊക്കെ നമുക്ക് പറയാം. എന്തൊക്കെ ആയിരിക്കും, എ ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടർ. അതായത് ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് 2 ഫാക്ടറാണ് കൺട്രോൾ ചെയ്യുന്നത്. 2 ഫാക്ടേഴ്സ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ആദ്യം പറയുന്നത് എന്താണ്, എ ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്. അതായത്
ഒരു ട്രെയ്റ്റിനെ, ഒരു സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? 2 ഫാക്ടേഴ്സ് ആണ് ഒരു സ്വഭാവത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? when a pair of contrasting traits is subjected to hybridization, only one of the contrasting traits is expressed in the offsprings of the first generation and the other remains hidden. The trait that appears in the first generation is called dominant trait and the hidden trait is called recessive trait. The trait hidden in the first generation reappears in the second generation. ഇത് ഞാൻ സിമ്പിളാക്കി പറഞ്ഞുതരാം. ഇവിടെ ആദ്യം പറഞ്ഞു നമ്മളൊരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്താൽ അതിൽ ഒരു ട്രൈറ്റ് മാത്രമേ എന്താക്കുള്ളൂ, ആദ്യത്തെ ജനറേഷനിൽ അപ്പിയർ ചെയ്യുള്ളൂ. മറ്റ് ട്രൈറ്റ് എന്താണ്, അവിടെ ഹിഡൻ ആയിട്ട് ഒളിഞ്ഞു നിൽക്കുകയാണ് ചെയ്യാൻ. അതെന്താ ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്രോസ് പറഞ്ഞു ടോളും ഡാർഫും 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അല്ലേ. അപ്പൊ അതിനെ നമ്മൾ ചെയ്ത സമയത്ത് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? വലുത് മാത്രം, ടോൾ മാത്രമാണ് കിട്ടിയത് അല്ലേ. ഓക്കെ, അപ്പം അതാണ് ഇവിടെ ഡോർഫ് കിട്ടിയോ? ഇല്ല, അത് അവിടെ എന്താണ്, ഹിഡൻ ആയിട്ട് ഒളിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് അല്ലേ. ആ ടോള് അതേപോലെ ഡോർഫ്, ആ ഒളിഞ്ഞു നിന്ന സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് റെസസീവ് ട്രൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, എക്സ്പ്രസ് ചെയ്യാത്തതാണ്, അതിനെ നമ്മൾ റെസസീവ് ട്രൈറ്റ് എന്നാണ് പറയാം. ഇനി ടോൾ എന്ന് പറയുന്നത് എന്താണ്, അവിടെ എക്സ്പ്രസ് ചെയ്തു, അങ്ങനത്തെ അതിനെയാണ് നമ്മൾ പറയുന്നത് ഡൊമിനന്റ് ട്രൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞതൊന്നുമില്ല, ജസ്റ്റ് 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രൈറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ. ഇപ്പോൾ ഇവിടെ എന്താ, ടോളും ഡോർഫും, അത് രണ്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒന്ന് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അതായത് ഇവിടെ ടോൾ മാത്രമേ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുള്ളൂ. ആ ഡ്വാർഫ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഹിഡൻ ആയിട്ട് നിന്നു, ഒളിഞ്ഞു നിന്നു, F1 ജനറേഷനിൽ ഫോം ചെയ്തില്ല. അപ്പൊ ആ ഹിഡൻ ആയിട്ട് നിന്ന ക്യാരക്ടറിനെ പറയുന്ന പേരാണ് റെസസീവ് ട്രൈറ്റ്. ഇനി അവിടെ എക്സ്പ്രസ് ചെയ്ത ടോൾ അവിടെ എന്താണ് വന്നു, അതിനെ പറയുന്ന പേരാണ് എന്ത്, ഡൊമിനന്റ് ട്രൈറ്റ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയിട്ടുള്ള ആ ട്രൈറ്റ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ അവിടെ എന്താണ്, ബലത്തോടു കൂടി എന്താ, റീ അപ്പിയർ ചെയ്തു, അതായത് മുന്നോട്ട് വന്നു അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. F1 ജനറേഷൻ ആയപ്പോൾ അവിടെ ടോൾ മാത്രമേ ഉള്ളായിരുന്നു, ഡോർഫ് നമുക്ക് കിട്ടിയില്ല അല്ലേ, അത് അവിടെ ഒളിഞ്ഞു നിന്നു, റെസസീവ് ട്രൈറ്റ് ആയിട്ട് നിന്നു. പക്ഷെ സെക്കൻഡ് ജനറേഷൻ ആയ സമയത്ത് F2 നോക്കിയ സമയത്ത് അവിടെ ടോളും കിട്ടി, ഡ്വാർഫും കിട്ടി. അതാണ് ആ മെൻഡലിന്റെ പോസ്റ്റ്ലേറ്റ് പറഞ്ഞത്. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പറഞ്ഞത് when gametes are formed, the factors that determine traits get separated without mixing. അതായത് ഗാമറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ ഫാക്ടേഴ്സില്ലേ, ആ ഒരു ട്രൈറ്റ്, ആ സ്വഭാവം ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലേ, ആ സ്വഭാവം പറയുന്ന ഫാക്ടേഴ്സ് അതെന്താവും, സെപ്പറേറ്റഡ് ആവും. ഓക്കെ, വിത്തൗട്ട് മിക്സിങ്, മിക്സ് ചെയ്യാണ്ട് അത് സെപ്പറേറ്റ് ആവും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജീനാണ് അല്ലേ. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. ഫാക്ടേഴ്സ്, ആ ഒരു ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ നമ്മൾ ജീൻ എന്ന് പറയും. ഇവിടെ എന്താണ്, ടോൾ എന്ന് പറയുന്നതിന്റെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതായിരുന്നു, ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ ഇത് ഗാമറ്റ് ആയ സമയത്ത് എന്തായി, ഒരു ക്യാപിറ്റൽ ടിയും അത് റൗണ്ടിന്റെ ഉള്ളിലും ആക്കി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഫാക്ടേഴ്സ് മിക്സ് ചെയ്യുന്നതിന് പകരം സെപ്പറേറ്റ് ആയി മാറിയും ഗാമറ്റിലേക്ക് വരുന്നേരം അല്ലേ. ക്യാപിറ്റൽ ടി രണ്ടുകൂടിയും ഇതാവുന്നതിന് പകരം എന്തായി, ക്യാപിറ്റൽ ടി ഒന്നായിട്ട് മാറി. അതാണ് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫോർത്ത് പോസ്റ്റ്ലേറ്റ് ആണ് ദ റേഷ്യോ ഓഫ് ഡൊമിനന്റ് ടു റെസസീവ് ട്രൈറ്റ്സ് ഇൻ ദ ഓഫ്സ്പ്രിംഗ് ഓഫ് സെക്കൻഡ് ജനറേഷൻ ഈസ് 3:1. നമ്മൾ പറഞ്ഞു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്തായിരുന്നു, 3:1. 3 ടോളും അതേപോലെ ഒരു ഡാർഫും ആണ് അല്ലേ. സെക്കൻഡ് ജനറേഷനിലാണ് നമുക്ക് ഈ ഒരു റേഷ്യോ കിട്ടിയത്. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്താന്ന് വെച്ചാൽ 3:1. ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ പറയുകയാണെങ്കിൽ നമ്മുടെ ജീനോട്ടിപ്പിക് റേഷ്യോ വരുന്നതാണ് 1:2:4:1:2:1:1 എന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് എഴുതില്ലേ,
അപ്പോൾ അങ്ങനത്തെ ഒക്കെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അനുസരിച്ചാണ് ഈ 1:2:2:4:1:2:1:2:1 എന്നൊക്കെ വരുന്നത്. ഇനി ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അത് ടോൾ ആൻഡ് റൗണ്ടഡ് സീഡാണ്, ടോൾ ആൻഡ് റിംഗിൾഡ് സീഡാന്നൊക്കെ പറയും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആ ചെടി കാണുന്നേരം പറയുന്നത് അതിനെയാണ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ വരിക 9:3:3:1 ആണ്. ഇനിയിപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ചോദിച്ചാണെങ്കിൽ ജീനോട്ടിപ്പിക് റേഷ്യോ ഫീനോട്ടിപ്പിക് റേഷ്യോ രണ്ടും സെയിം ആണ്. എത്രയാണ് വരുന്നത്? 3:1. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.